ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി BJP ഇവർ ഭരണത്തിൽ വന്ന കാലം തൊട്ട് ഇപ്പോൾ വരെ, അതും ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇനിയിപ്പോൾ 2-3 മാസത്തിൽ ഇലക്ഷൻ വരും. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു ഇലക്ഷൻ ആണ് വരാൻ പോകുന്നത്. ഈ ഇലക്ഷൻ വരുന്ന ഈ സമയത്ത് ഒരു സൈഡിൽ ക്ഷേത്രമൊക്കെ തുറക്കുന്നു, ഒരു സൈഡിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി ക്ഷേത്രം തുറക്കുന്നു. ഇവർ പിന്നെയും ഉറപ്പായിട്ടും ജയിക്കും എന്ന് വിചാരിച്ച സമയത്ത് ഒരു വലിയ ട്വിസ്റ്റ് തന്നത് നമ്മുടെ സുപ്രീം കോടതി. ഇലക്ട്രൽ ബോണ്ട്സ് എന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ് BJP പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റർ മോദി ഓരോ പ്രാവശ്യവും പിന്നെയും ജയിക്കാൻ സോഴ്സ്, അതായത് പണം അവിടെ നിന്നാണ് കിട്ടുന്നത്. ഇത് BJPയുടെ ബാക്ക് ബോൺ എന്ന് വേണം പറയാൻ. അവിടെ തന്നെ സുപ്രീം കോടതി കൈവച്ചു. ഇത് കുറെ പാർട്ടീസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും 90% ആർക്കാണ് പണി കിട്ടിയ എന്ന് ചോദിച്ചാൽ അത് BJPക്ക് തന്നെയാണ്. വൈ? ഈ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഇലക്ട്രൽ ബോണ്ട്സ് വെച്ചിട്ട് എലക്ഷൻസ് ജയിക്കാൻ പറ്റും. എലക്ഷൻസ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എലക്ഷൻ ജയിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഇതുകൊണ്ട് BJPക്ക് എന്ത് പണിയാണ് കിട്ടാൻ പോകുന്നത് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമാണ്. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയായിരിക്കും. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് കോടതി എന്താ പറഞ്ഞേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞേക്കാം. സുപ്രീം കോർട്ടിൽ 5 ജഡ്ജ്, സാധാരണ സിറ്റിംഗ് അല്ല, 5 ജഡ്ജ് ഇരുന്ന് ഇന്ത്യയിലുള്ള നിയമത്തിനെതിരെ ഒരു ജഡ്ജ്മെന്റ് കൊടുക്കുന്നു. ആ നിയമം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ട്സ് എന്നതാണ്. ഈ ഇലക്ട്രൽ ബോണ്ട്സ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാർട്ടി കാണും, അല്ല ഏതെങ്കിലും ഒരു പാർട്ടി കാണും, രാഷ്ട്രീയ പാർട്ടി കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി എന്താണെന്ന് കമന്റ് സെക്ഷനിൽ പറയാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടി കാണുമല്ലോ. ആ പാർട്ടി, ഫോർ എക്സാമ്പിൾ എക്സ് എന്ന പാർട്ടി വെച്ചോ. എക്സ് എന്ന പാർട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ എക്സ് എന്ന പാർട്ടി ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന പാർട്ടി അവർ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ ചെയ്യണം. ലൈക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. അവർ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യും എന്ന് പറയണം. അത് എല്ലാ ജനങ്ങൾക്കും എത്തിച്ചേരണം. ഇതിനെല്ലാത്തിനും മൂലധനം പണം. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ, അവർ ഇലക്ഷനിൽ ജയിക്കാൻ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് പണമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ ഒരു കമ്പനി നടത്തുവാണെങ്കിൽ അതിന് പണം വരും, കാരണം ലാഭം വരും, കച്ചവടം നടക്കും, ഒരു ലാഭം വരും, അതിൽ നിന്ന് അവർക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ബട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് കച്ചവടം ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവർക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒരു പാർട്ടി പണം ഉണ്ടാക്കില്ല, പാർട്ടിക്ക് വരുമാനവും ഉണ്ടാകില്ല, പകരം ഡൊണേഷൻസ് വരും. ഈ ഡൊണേഷൻസ് എന്നത് ഇന്ത്യയിൽ കുറെ വർഷങ്ങളായിട്ട് ബ്ലാക്ക് മണി ആയിട്ടായിരുന്നു വന്നിരുന്നത്. വലിയ വലിയ കമ്പനീസ് ഒക്കെ ഒരു 5 വർഷത്തേക്ക് ടാക്സ് ഒന്നും അടയ്ക്കാതെ ആ പണമൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് വലിയ കമ്പനീസിന്റെ ഓണേഴ്സിന്റെ അടുത്ത് നിന്ന് ആ പണം ഇവർ ഡൊണേഷൻ ആയിട്ട് അങ്ങ് മേടിക്കും. കോടിക്കണക്കിന് പണം ഈ ബ്ലാക്ക് മണി ആയിരിക്കും. ബ്ലാക്ക് മണി ഇവരിങ്ങനെ കമ്പനി ഓണേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് ഇവർ ക്യാമ്പയിൻ ഒക്കെ നടത്തി. അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയായിരുന്നു പണ്ടത്തെ ഒരു രീതി. അപ്പോ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ അരുൺ ജെയ്റ്റ്ലി ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നപ്പോ, അതായത് BJPയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നപ്പോ ഒരു നിയമം കൊണ്ടുവരുന്നു. എന്താന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇലക്ഷൻ ടൈമിൽ ഈ ബ്ലാക്ക് മണി ഒരുപാട് റോൾ ആകുന്നുണ്ട്, സ്പ്രെഡ് ആകുന്നുണ്ട്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ, എറാഡിക്കേറ്റ് ചെയ്തിട്ട് വൈറ്റ് മണി മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകാവൂ, ബ്ലാക്ക് മണി പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട്സ് എന്നൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നു. ഈ ഇലക്ട്രൽ ബോണ്ട്സ് എന്താന്ന് വെച്ചാൽ ഇതൊരു സർട്ടിഫിക്കറ്റ് പോലെയാണെന്ന് വെച്ചോ. ഈ സർട്ടിഫിക്കറ്റ് വലിയ കമ്പനീസ് ഒക്കെ, അതായത് ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ പണം നമ്മൾ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക്, രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ പാർട്ടി, ഇപ്പൊ എക്സ് എന്ന് പറയുന്ന പാർട്ടിക്ക് നിങ്ങൾ 20,000 രൂപയ്ക്ക് മുകളിൽ ഡൊണേറ്റ് ചെയ്യാൻ പോവാന്ന് വെച്ചോ, പണം കൊടുക്കാൻ പോവാന്ന് വെച്ചോ. 20,000 റുപ്പീസ് വരെ കുഴപ്പമില്ല കേട്ടോ, ചുമ്മാ കൊടുത്താൽ മതി, അതിന് വേറെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതിന് മുകളിൽ നിങ്ങൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബോണ്ട് വാങ്ങിച്ചിട്ട് കൊടുക്കാനേ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ SBIയിൽ മാത്രം വിൽക്കുന്ന ഒരു ബോണ്ട് പേപ്പറാണ്. SBIയിൽ വിൽക്കുന്ന ഈ ബോണ്ട് പേപ്പർ 1000 രൂപയിൽ നിന്ന് 1 കോടി രൂപ വരെ ഉണ്ട്.
ഇപ്പൊ നിങ്ങൾ 1 കോടി എക്സ് എന്ന പാർട്ടിക്ക് കൊടുക്കുക എന്ന് വെച്ചോ, നിങ്ങൾ ഡയറക്ട്ലി നിങ്ങളുടെ ബ്ലാക്ക് മണി കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടായിട്ടേ കൊടുക്കാൻ പറ്റൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അപ്പോ നിങ്ങൾ 1 കോടി രൂപ കൊടുത്ത് ആ പേപ്പർ മേടിക്കും, അതായത് ബോണ്ട് മേടിക്കും. ആ ബോണ്ട് എന്ന് പറഞ്ഞ ഒരു പേപ്പറാണ്. ആ പേപ്പർ മേടിച്ചിട്ട് ആ ബോണ്ട് പേപ്പറിനെ പിന്നെ എക്സ് എന്ന പാർട്ടിക്ക് കൊടുക്കും. അപ്പോൾ ഈ എക്സ് എന്ന പാർട്ടി ഈ ബോണ്ട് പേപ്പറിനെ ബാങ്കിൽ കൊടുത്തിട്ട് പിന്നെ അത് പണമായിട്ട് വിത്ഡ്രോ ചെയ്യും. ഇതിൽ എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഈ പണം കൊടുത്തത് ആരാ എന്ന കാര്യം ആർക്കും അറിയത്തില്ല. ആ ഡേറ്റ ആരുടെയിലും പോകത്തില്ല, ആർക്കും കിട്ടത്തില്ല. ഏത് പാർട്ടിക്കാണ് ഇദ്ദേഹം പണം കൊടുത്തിരിക്കുന്നത് എന്ന കാര്യവും ആരും അറിയത്തില്ല. ആ ഡേറ്റയും പുറത്തു പോകത്തില്ല. എസ് ബി ഐയുടെ കൈ മാത്രമേ കാണത്തുള്ളൂ ആ ലിസ്റ്റും. ആൻഡ് ഇത് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോണ്ട് മേടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരെ ക്യാഷ് ആയിട്ട് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തിട്ട് ആ ബോണ്ട് മേടിക്കാൻ പറ്റത്തില്ല. അതിന് പകരം ചെക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യണം. സോ ഇറ്റ്സ് ഓൾ വൈറ്റ് മണി. സോ അങ്ങനെ പണം കൊടുക്കുമ്പോൾ അതൊരു ബോണ്ടായിട്ട് ക്രിയേറ്റ് ആകുന്നു. ആ ബോണ്ട് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നു. ആ പാർട്ടി അതിനെ ബാങ്കിൽ കൊടുത്തിട്ട് പണമായിട്ട് എടുത്തിട്ട് ഇലക്ഷൻ കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യുന്നു. സോ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ബ്ലാക്ക് മണി കുറഞ്ഞിട്ട്, കാരണം ബ്ലാക്ക് മണി കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല ആ ബോണ്ട്, അപ്പോൾ ബ്ലാക്ക് മണി കുറഞ്ഞിട്ട് വൈറ്റ് മണി, അതായത് ടാക്സ് അടച്ചതിന് ശേഷമുള്ള ആ അമൗണ്ട് ആ വൈറ്റ് മണി വെച്ചിട്ട് ബോണ്ടുകൾ മേടിച്ചിട്ട് അത് മാത്രമേ പാർട്ടികൾക്ക് പോകുള്ളൂ എന്നാ ഇവർ പറയുന്നത്. അപ്പൊ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ഒക്കെ ഇല്ലേ, അവരൊക്കെ ഈ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പോലെ, നമ്മൾ സാധാരണക്കാരൊക്കെ കൊടുക്കുന്ന പോലെ ചെറിയ ചെറിയ എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല. അവരൊക്കെ കോടികളായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ടാറ്റ അല്ലെങ്കിൽ റിലയൻസ് ഇവരൊക്കെ കൊടുക്കുവാണെങ്കിൽ എത്രയോ കോടികളായിരിക്കും കൊടുക്കുന്നത്. അത് ആ പണം വെച്ചിട്ടാണ് ഇലക്ഷൻ ജയിക്കുവോ ഇല്ലയോ എന്ന് വരെ തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പൊ അതില് വേറൊരു നിയമം ഉണ്ടായിരുന്നു പണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക്, ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് 7% ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോ ഈ കമ്പനിയുടെ വരുമാനം എത്രയാണോ അതിന്റെ ആ വരുമാനത്തിൽ നിന്ന് 7% മാത്രമേ പാർട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്യാവൂ എന്നൊരു നിയമവും പണ്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. ബട്ട് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു അതിന് ലിമിറ്റേ ഇല്ല എന്ന്. അതായത് ഒരു കമ്പനിക്ക് എത്ര കോടി വേണേലും കൊടുക്കാൻ പറ്റും, ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, 7% അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ബട്ട് ഇലക്ട്രൽ ബോണ്ട്സ് വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. ആൻഡ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു കമ്പനി കൊടുത്ത ഡേറ്റ പുറത്ത് പറയത്തുമില്ല. സോ ഇതാണ് BJP അന്ന് കൊണ്ടുവന്ന നിയമം. ഇലക്ട്രൽ ബോണ്ട്സ് 7% മുകളിലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റ് ഒന്നുമില്ല, എത്ര കോടികൾ വേണേലും കമ്പനികൾ രാഷ്ട്രീയ പാർട്ടി കൊടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തത്, ആർക്ക് എത്ര കോടി എത്ര പണം കൊടുത്തു എന്ന ഡീറ്റെയിൽസ് SBI അല്ലാതെ പുറത്ത് വേറെ ആരും അറിയത്തുമില്ല. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇത് നല്ല കാര്യമല്ലേ? വൈറ്റ് മണി മാത്രമേ കാണുകയുള്ളൂ, ബ്ലാക്ക് മണി ഒന്നും പോളിറ്റിക്സ് വരില്ല. അപ്പൊ ഇത് എങ്ങനെ നോക്കിയാലും നല്ല കാര്യമല്ലേ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാല്, പൊളിറ്റിക്കൽ പാർട്ടീസിന് ആര് എത്ര കൊടുത്തു എന്ന് അറിയത്തില്ല. അതായത് ജനങ്ങൾക്ക് ആര് എത്ര പണം ഏത് പാർട്ടിക്ക് കൊടുത്തു എന്ന് അറിയത്തില്ല. ബട്ട് ഗവൺമെന്റിന് മാത്രം അറിയാവുന്ന ഒരു സിസ്റ്റം പോലെയാണ് ഇതിരിക്കുന്നത്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ തന്നെ കോൺഗ്രസ് ആയിക്കോട്ടെ, ബാക്കി ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന എല്ലാ പാർട്ടീസും ഈ നിയമത്തിനെ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഗവൺമെന്റിന് ഈ ഡേറ്റ അറിയാം, ഏത് കമ്പനി ഏത് പാർട്ടിക്ക് എത്ര കോടി കൊടുത്തിട്ടുണ്ടെന്ന് വേറെ ആർക്കും അറിയത്തില്ല, സമ്മതിച്ച്. പക്ഷെ SBIക്ക് അറിയാമല്ലോ. SBI ആരുടെയാണ്? ഗവൺമെന്റിന്റെയാണ്. അപ്പൊ ഗവൺമെന്റിന് അത് അറിയാൻ പറ്റും. ഇപ്പൊ ഭരണപക്ഷത്തിരിക്കുന്ന ആരാ? BJP. അപ്പൊ BJP ആണ് ഇപ്പൊ ഗവൺമെന്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞ BJPക്ക് അത് അറിയാൻ പറ്റും, വേറെ രാഷ്ട്രീയ പാർട്ടിക്ക് അത് അറിയാൻ പറ്റത്തില്ല, സാധാരണക്കാർക്ക് അത് അറിയാൻ പറ്റത്തില്ല. BJPക്ക് മാത്രം ഈ ഡേറ്റാസ് അറിയാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ വിപ്രോ എന്ന കമ്പനി എടുക്കാം. ഫോർ എക്സാമ്പിൾ കേട്ടോ, വിപ്രോ എന്ന കമ്പനി കോൺഗ്രസിന് ഈ ഇലക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 100 കോടി കൊടുത്തെന്ന് വെച്ചോ. അവർക്കിപ്പോൾ അത് ബോണ്ട് ആയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പോൾ വിപ്രോ എന്ന കമ്പനി 100 കോടിക്ക് ബോണ്ട് വാങ്ങിച്ചിട്ട് അത് കോൺഗ്രസിന് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോ ആർക്കറിയാൻ പറ്റും? BJP ഗവൺമെന്റിന് അറിയാൻ പറ്റും. അപ്പോൾ BJP ഗവൺമെന്റ് നീ 100 കോടി അവർക്ക് കൊടുക്കുവാണോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കൊണസ്റ്റ് പിടിച്ച നിയമം IT സെക്ടറിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സോ പേടിച്ചിട്ട് ഈ കമ്പനിക്കാർ എന്ത് ചെയ്യും? പണം കൊടുക്കില്ല. അപ്പൊ ഭരണകക്ഷിക്ക് മാത്രം ഇത് പോകും, അവർക്ക് മാത്രം അറിയാൻ പറ്റും ആര് എത്ര പണം കൊടുത്തു എന്നൊക്കെ അറിയാൻ പറ്റും അല്ലെ? സോ ഭരിക്കുന്ന പാർട്ടി HCL 100 കോടി, TCS 1000 കോടി, വിപ്രോ 2000 കോടി ഇങ്ങനെ കണക്കിട്ട് വെച്ചാല് പിന്നെ ഇലക്ഷൻ ജയിച്ചിട്ട് ഇവ വന്നതിന് ശേഷം ഇവൻ നമുക്ക് കുറെ ചെയ്തിട്ടുണ്ട്, ഇവന് വേണ്ടിട്ട് ഇങ്ങനെ സ്കീം ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി സ്കീമൊക്കെ നടത്തി അങ്ങനെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. അപ്പൊ ഇൻഡയറക്ട്ലി ഇത് പകൽ വെളിച്ചത്തിൽ ഓപ്പൺ ആയിട്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന കൈക്കൂലിയാണ്
സോ ദിസ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാവരും ഒന്നിച്ച് തന്നെ പറയുന്നു. BJP കൊണ്ടുവന്ന ഈ നിയമം ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് തോന്നിയാലും ആക്ച്വൽ റിയാലിറ്റി എന്തുവാന്ന് ഞാനിപ്പോ പറയാം. അതായത് 2016-17 തൊട്ട് 2021-22 വരെ ആ ഒരു 5 വർഷം ഗ്യാപ്പ് ഇല്ലേ, ആ 5 വർഷത്തിൽ BJP ഏൺ ചെയ്ത ഇലക്ട്രൽ ബോണ്ട്സ് വഴി ഉണ്ടാക്കിയ പണം എത്രയാണെന്നറിയാവോ? ഏകദേശം 5271 crores, അതായത് 5271 കോടി വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഇലക്ട്രൽ ബോണ്ട്സ് ആയിട്ട് BJP വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ ഓപ്പോസിഷൻ ആയ കോൺഗ്രസ് 952 crores അത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ടോട്ടലി. സോ ഈ ഗ്യാപ്പ് കണ്ടില്ലേ? ഒരു ഗ്രൂപ്പ് 5700 കോടിയോളം 5200 കോടിയോളം വാങ്ങിച്ചപ്പോഴത്തേക്ക് ഓപ്പോസിറ്റിലുള്ള ഗ്രൂപ്പ് 1000 കോടി പോലും വാങ്ങിച്ചിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടില്ല. കോൺഗ്രസ് വാങ്ങിച്ചതിന്റെ 5 ഇരട്ടി 6 ഇരട്ടി കൂടുതൽ പണമാണ് ഡൊണേഷൻ ആയിട്ട് BJP വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പോ കോൺഗ്രസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കോൺഗ്രസ് അല്ലാതെ ഇപ്പോ ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടീസും, ബാക്കി എല്ലാ പാർട്ടീസും ഒന്നിച്ച് ചേർത്തിട്ട് നമ്മൾ ഇത് നോക്കിയാലും എത്ര എമൗണ്ട് ആണ് ഇവരെല്ലാരും കൂടി ചേർത്ത്. ഒരു സൈഡിൽ BJP, അത് 1200 ഞാൻ പറഞ്ഞില്ലേ, 5200 ഞാൻ പറഞ്ഞില്ലേ. ഓപ്പോസിറ്റ് സൈഡിൽ ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ പാർട്ടീസിന്റെയും പണം ഒന്നിച്ച് ചേർത്ത് നമ്മൾ നോക്കിയാലും, അവർ വാങ്ങിച്ച പണം ഒന്നിച്ച് ചേർത്ത് നമ്മൾ നോക്കിയാലും 1783 കോടിയേ ഉള്ളൂ. സോ ചുരുക്കി പറഞ്ഞ BJP എന്ന ഒരു പാർട്ടി വാങ്ങിച്ച പണം ഇത് ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ പാർട്ടീസും ഒന്ന് ചേർത്താലും, അതായത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP, ADMK, തെലുങ്കാന പാർട്ടിയൊക്കെ ഇല്ലേ, എല്ലാ പാർട്ടിയും, തൃണമൂൽ കോൺഗ്രസ്, എല്ലാവരുടെയും പണവും ഒന്നിച്ച് ചേർത്തിട്ട് നോക്കിയാലും ഈ BJP എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയ അത്രയും പണം ഒരിക്കലും വരില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BJPക്ക് അറിയാൻ പറ്റും എത്ര പണം ആര് കൊടുത്തു എന്നൊക്കെ. സോ കമ്പനി ഓണേഴ്സിന് പേടി, അവർ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പക്ഷെ നാളെ BJP പിന്നെയും ജയിച്ചാൽ, അവർ നമുക്ക് എഗെയിൻസ്റ്റ് ആയാൽ, ആ ഒരു പേടി. സോ ഇതൊരു സൈക്കിൾ പോലെ പിന്നെയും ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പിന്നെയും BJPക്ക് കൂടുതൽ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ BJP പിന്നെയും കൂടുതൽ ഇലക്ഷന് വേണ്ടി ചെലവ് ചെയ്യും. അപ്പൊ BJP ജയിക്കും. പിന്നെയും അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് പിന്നെയും ആൾക്കാർ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് പിന്നെയും കൂടുതൽ BJPക്ക് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെയും ഇലക്ഷൻ നിൽക്കും, ഇലക്ഷനിൽ ചെലവ് ചെയ്യും, ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നടത്തും, അവർ പിന്നെയും ജയിക്കും. അപ്പൊ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവർക്ക് ഒരു ചാൻസും കാണില്ല ജയിക്കാൻ എന്നതാണ് ഇതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അതായത് കോൺഗ്രസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ പാർട്ടീസിന്റെയും പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞത് BJP's പോയിന്റ് ഓഫ് വ്യൂ ആണ്, അതായത് ബ്ലാക്ക് മണി എല്ലാം വൈറ്റ് ആയിട്ട് മാറ്റുന്നു എന്നത്. അപ്പൊ സുപ്രീം കോടതി എല്ലാവരുടെയും സൈഡ് കേട്ടിട്ട് ഫൈനലി പറയുന്നു ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന്. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഒരാൾക്ക് പാർട്ടിക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റും എന്നത് അത്ര ശരിയല്ലാത്ത ഒരു കാര്യമാണ് എന്ന് കുറെ ചേഞ്ചസ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 5 വർഷം SBI പണമൊക്കെ വാങ്ങിച്ചില്ലേ, ഏതൊക്കെ കമ്പനികൾ എത്ര കോടി BJPക്കോ കോൺഗ്രസിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോ എല്ലാ പാർട്ടീസിനും, ഓരോ കമ്പനീസും എത്ര കോടികൾ ഓരോ പാർട്ടീസിന് കൊടുത്തിട്ടുണ്ട് എന്ന ഡീറ്റെയിൽസ് മൊത്തവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ അറിയണം ആര് എത്ര കോടി ആർക്ക് കൊടുത്തു, ഏത് പാർട്ടിക്ക് കൊടുത്തു എന്ന ഡീറ്റെയിൽസ് ഒക്കെ ജനങ്ങൾ അറിയണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് ആരെങ്കിലും കൂടുതൽ പണം കൊടുത്തു വെച്ചാൽ, ഫോർ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം, ഇപ്പൊ റിലയൻസ് ഒരു എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു 1000 കോടി അല്ലെങ്കിൽ 3000 കോടി അല്ലെങ്കിൽ 5000 കോടി അങ്ങ് കൊടുത്തെന്ന് വെച്ചു. അപ്പൊ നമുക്ക് ജനങ്ങൾക്ക് അത് കാണാൻ പറ്റും, ഓക്കെ എക്സ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് 5000 കോടി റിലയൻസ് കൊടുത്തിട്ടുണ്ട്. നാളെ എക്സ് എന്ന് പറഞ്ഞ പാർട്ടി ഇലക്ഷനിൽ ജയിച്ച് വന്നു, അവര് റിലയൻസിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ജിയോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോ ജനങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, റിലയൻസ് ഇത്രയും കോടി ഇലക്ഷൻ ടൈമിൽ ഇവർ കൊടുത്തതുകൊണ്ടാണ് ഇവര് ഇപ്പൊ ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരുന്ന എന്ന് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ജനങ്ങൾക്ക് ആ ഒരു അറിവ് കിട്ടും, ആ ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഓരോ നിയമങ്ങളും ആ ഭരണപക്ഷത്തിലുള്ള ആ ഭരിക്കുന്ന ആ പാർട്ടി കൊണ്ടുവരുമ്പോഴും അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് കൂടുതൽ സാധാരണക്കാർക്ക് വരെ കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എത്ര പണം, അത് ഏത് കമ്പനി എത്ര പണം ഏത് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ജനങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഇത്രയും വർഷം ഈ 5 വർഷത്തേക്ക് എത്ര പണമാണ് കൊടുത്തിരിക്കുന്നത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ SBI ഇപ്പോൾ സീക്രട്ട് ആയിട്ട് വെച്ചേക്കാണ്, ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അത് April 15th ഒക്കെ ആകുമ്പോഴത്തേക്ക് SBI ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, April 15th ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ വെബ്സൈറ്റിൽ അത്
ഒഫീഷ്യലായിട്ട് ഇടുകയും ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഏപ്രിൽ 15 ഒരു വലിയ സംഭവം ഉണ്ട് എന്നത് ഉറപ്പാണ്. കാരണം അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ കമ്പനികള് ഏതൊക്കെ പാർട്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാർട്ടി ഏതാണ് ആൻഡ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ പാർട്ടിനെ ഇഷ്ടം എന്നത് കമന്റ് സെക്ഷനിൽ പറയാ. നമുക്ക് തന്നെ നോക്കാം കമന്റ് സെക്ഷനിൽ ഏത് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ളത് എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും അറിയട്ടെ കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.